ഇടക്കാലത്ത് വെച്ച് ഇന്ത്യ മുന്നണിയിലേക്ക് ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന ആം ആദ്മി പാർട്ടി വരെ ആ സമരത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. ശരത് പവാർ നിങ്ങൾക്കറിയാം, ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമരത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ആളുകൾ പറഞ്ഞു അദ്ദേഹത്തോട് ഇതിന്റെ തുടക്കത്തിൽ ഒന്ന് പങ്കെടുത്താൽ മതി, സമരം ബാരിക്കേഡിന്റെ അടുക്കലേക്ക് എത്തുമ്പോ അങ്ങ് പങ്കെടുക്കണമെന്നില്ല എന്ന് സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ കരുതി പലരും ചെന്ന് പറയുന്നത് കേട്ടു. ഒരടി പോലും അദ്ദേഹം പിൻവാങ്ങിയില്ല. ആ ബാരിക്കേഡ് നിൽക്കുന്ന സമരം അവിടെ ചെന്ന് നിന്നു. അതിന്റെ പുറകിൽ ഈ പറയുന്ന ശരത് പവാർ എന്ന വളരെ സീനിയർ ആയിട്ടുള്ള നേതാവ് ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടിട്ട് അവിടെ ആ സമരത്തിൽ പങ്കെടുക്കുന്ന നമ്മൾ കണ്ടു. മല്ലികാർജുന ഖാർഗേജി ഈ സമരം തുടങ്ങുമ്പോ അതിനെ ആശീർവദിച്ച് പറഞ്ഞയക്കുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ അദ്ദേഹം ആ സമരത്തിൽ നിന്ന് ഒരു ഇഞ്ചും പുറകോട്ട് പോയില്ല. ആ സമരത്തിൽ ഉടനീളം പങ്കെടുത്തുവെന്ന് മാത്രമല്ല, അറസ്റ്റ് വരിക്കാൻ മുൻപന്തിയിലെ ചില നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോ ആളുകൾ പലരും വിചാരിച്ചു ഇനി ഖാർഗേജിയെ പോലുള്ള സീനിയേഴ്സ് അവര് തിരിച്ചു പോകുമെന്നുള്ളത്. പക്ഷെ അറസ്റ്റ് വരിച്ചുകൊണ്ട് അവിടെ നിന്ന് ആ ബസ്സിനകത്ത് നിന്ന് പോലും പ്രവർത്തകരോട് സമരത്തിന്റെ തീച്ചൂളയിലേക്ക് ഇറങ്ങാൻ ആഹ്വാനം ചെയ്യുന്ന കോൺഗ്രസ് പ്രസിഡന്റ് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഏറ്റവും ആവേശകരമായ ഒരനുഭവമാണ് സമ്മാനിച്ചത്. ചെറുപ്പക്കാരൻ കൂടിയായ അഖിലേഷ് യാദവ് ബാരിക്കേഡിന്റെ മുമ്പിൽ സമരമെത്തിയപ്പോ ഞങ്ങൾ കരുതിയത് അദ്ദേഹം ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമെന്നുള്ളതായിരുന്നു. പക്ഷെ അദ്ദേഹം ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയല്ല. ഇതിൽ വിട്ടുവീഴ്ചയില്ല, ഒരാളുടെ മുമ്പിൽ മുട്ടുമടക്കില്ലെന്ന് പറഞ്ഞ് ആ ബാരിക്കേഡിന്റെ മുകളിലൂടെ സമരത്തിന് അഗ്രസീവായി കൊണ്ട് നടക്കുന്ന അഖിലേഷ് യാദവിനെ നമ്മൾ കണ്ടു. ഇന്ത്യ ബ്ലോക്കിനകത്ത്, ഇന്ത്യ മുന്നണിക്കകത്ത് മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കൾ, DMK-യുടെ സീനിയർ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ, കനിമൊഴി ഉൾപ്പെടെയുള്ള ആളുകൾ തെരുവിൽ പ്രിയങ്ക ഗാന്ധിയുടെ തോൾ ചേർന്ന് ഈ മുദ്രാവാക്യം ഉയർത്തി നരേന്ദ്രമോദിയുടെ ഏകാധിപത്യത്തിന് കൂട്ടുനിൽക്കില്ല എന്ന് ഉറച്ചു പറയുന്നത് നമ്മൾ കണ്ടു. നിങ്ങൾക്കറിയാം, തൃണമൂൽ കോൺഗ്രസ് അവർ പലപ്പോഴും ഒറ്റയ്ക്ക് സമരം നടത്താറുണ്ട്. അവർ പലപ്പോഴും ഇന്ത്യ മുന്നണിയുടെ സമരങ്ങളുടെ ഭാഗമാവാതിരുന്നിട്ടുണ്ട്. പക്ഷെ തൃണമൂൽ കോൺഗ്രസിന്റെ MP-മാർ ഒറ്റക്കെട്ടായി ഒന്നടങ്കം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച മുദ്രാവാക്യത്തിനോട് നീതി പുലർത്താൻ ആ സമര തെരുവിലുണ്ടായിരുന്നു. അവിടെ പരിക്കേറ്റ് വീണുപോകുമായിരുന്ന ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ MP-യെ ചേർത്ത് പിടിച്ച രാഹുൽ ഗാന്ധിയുടെ ചിത്രവും നമ്മൾ കണ്ടു. ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ ആളുകളും, ഇവിടെ നമുക്കറിയാം കേരളത്തിന്റെ മുതലാളി ഇതുവരെ വാതുറന്നിട്ടില്ലെങ്കിലും അവിടുത്തെ CPM-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരവിടെ വന്നിരുന്നു. അവരെല്ലാവരും വന്ന് ആ സമരത്തിന്റെ ഭാഗമാവുന്നത് നമ്മൾ കണ്ടു. കേവലം ഒരു ആരോപണം മാത്രമല്ല, കേവലം ഒരു പത്രസമ്മേളനം മാത്രമല്ല, ഓരോ വസ്തുതകളും അത് നിരത്തിക്കൊണ്ട് യാഥാർത്ഥ്യങ്ങളുടെ പടവാള് കൊണ്ടാണ് ഈ അന്തിമ പോരാട്ടത്തിന് രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങിയിട്ടുള്ളത് എന്ന കാര്യത്തിന് നമുക്ക് ആർക്കും ഈ സംശയങ്ങളില്ല. ഇടയ്ക്ക് ഇലക്ഷൻ കമ്മീഷന്റെ കുറെ നനഞ്ഞ പടക്കങ്ങൾ, BJP-ക്കാരുടെ പതിവ് പോലത്തെ ഉണ്ടയില്ലാത്ത ചില വെടികളും അതും പുറത്തു വരുന്നത് കണ്ടു. വന്ന് അവസാനം സോണിയാഗാന്ധിയുടെ വോട്ടിനെ സംബന്ധിച്ചായി അതും നിങ്ങൾക്കറിയാം. പ്രിയപ്പെട്ട PT ഇസ്മായിൽ ഈ സമരത്തിന് പിന്തുണയുമായി എത്തിച്ചേർന്നിട്ട് അദ്ദേഹത്തെ ആർദ്രമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു, അഭിവാദ്യം ചെയ്യുന്നു. സോണിയാഗാന്ധിയുടെ പൗരത്വവും സോണിയാഗാന്ധിയുടെ വോട്ടവകാശവും സോണിയാഗാന്ധിയുടെ ആ സമയത്തെ കരട് പട്ടികയിലെ പേര് വരെ വെച്ചിട്ട് ഇതന്ന് കോൺഗ്രസ് എഴുതി ചേർത്തതല്ലേ എന്ന് പറഞ്ഞൊരു ആരോപണവുമായി വന്നു. അതിന്റെ യാഥാർത്ഥ്യവും പുറത്തു വന്നു. ഒരപേക്ഷ പോലും സോണിയാഗാന്ധി കൊടുത്തിട്ടില്ല. ആ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്ന ഒരപേക്ഷ പോലും കൊടുത്തിട്ടില്ല. ഇന്ദിരാഗാന്ധി കൃത്യമായി അത് തിരിച്ചറിഞ്ഞു. ഇതൊരു ചതിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് സോണിയാഗാന്ധി ഒരു കത്ത് അങ്ങോട്ട് കൊടുത്തു. ഞാൻ അത്തരം ഒരു അപേക്ഷ മുന്നോട്ട് വെച്ചിട്ടില്ല, അതുകൊണ്ട് എന്റെ പേര് ആ കരട് പട്ടികയിൽ വന്നത് അത് നിയമപരമല്ല, അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് കത്ത് കൊടുത്ത സോണിയാഗാന്ധി ഒരു കാര്യം BJP-ക്കാരൻ അറിയണം, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം കയ്യിൽ വന്നിട്ട് അത് വേണ്ടെന്ന് വെച്ച സോണിയാഗാന്ധി കള്ളത്തരത്തിന് വോട്ട് ചെയ്യാൻ നിൽക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? നരേന്ദ്രമോദിയല്ല, സോണിയാഗാന്ധിയാണ് എന്നുള്ളത് അവര് തിരിച്ചറിയണം. പിന്നെയും പറഞ്ഞു, എന്താ വയനാട്ടിൽ 3 മൈമൂനമാരുണ്ട്, ആ 3 മൈമൂനെ ഒറ്റ മൈമൂനയാക്കിയിട്ട് പറഞ്ഞു ഒരു മൈമൂനക്ക് 3 സ്ഥലത്ത് വോട്ടുണ്ടെന്ന്. ഇന്ന് അതിന്റെ രേഖ
രേഖകളും പുറത്തു വന്നു. എന്താ അത്? ഒരു മൈമൂനയല്ല, അത് മൂന്ന്. അത് വേ ഇത് റേ. ബിജെപിക്കാരുടെ ഏർപ്പാടല്ല, അത് രണ്ടും മറ്റ് വ്യത്യസ്തമാണെന്നുള്ളത് ഇന്ന് അതിന്റെ വാർത്തകൾ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തു കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഒരു ശ്രീവാസ്തവക്ക് UP-യിൽ വോട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന് പിന്നെ പറഞ്ഞിട്ട് UP ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു അങ്ങനെ ഒരു ശ്രീവാസ്തവക്ക് ഇവിടെ വോട്ടേ ഇല്ല എന്ന് കടലാസ് കാണിച്ചു കൊടുത്തു. 24 കരട് പട്ടികയിൽ വോട്ടുണ്ട്, അതിനുശേഷമുള്ള അന്തിമ പട്ടികയിൽ വോട്ടുണ്ട്, അതിനുശേഷമുള്ള ആ സമയത്തുള്ള മുഴുവൻ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. രാഹുൽ ഗാന്ധി ഇത് ഉന്നയിച്ച ശേഷം ഈ വോട്ടൊന്ന് കാണാതായി പോയി. അത് ആരുടെ അസുഖം കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. മാത്രമല്ല സോണിയാഗാന്ധിയുടെ 1980 രേഖയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇപ്പൊ ചേർത്തിയ വോട്ടിന്റെയും ചെയ്ത വോട്ടിന്റെയും രേഖയുടെ ഒരു ഡിജിറ്റൽ കോപ്പി ചോദിച്ചാൽ കൊടുക്കാത്തവന്മാര്, ഒരു സ്കാൻ ചെയ്യാൻ പറ്റുന്ന കോപ്പി ചോദിച്ചാൽ കൊടുക്കാത്തവന്മാര് 80 രേഖ തെരഞ്ഞെടുത്ത് കൊടുത്തിട്ട് BJP കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ കൃത്യമായ അർത്ഥങ്ങളുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ പോലും ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോയ ഒരു സംഭവം, ഒരു ഇലക്ഷൻ കമ്മീഷണർ രാജിവെച്ചത് ഓർക്കുന്നുണ്ടോ? ഒരു ഇലക്ഷൻ കമ്മീഷണർ 2024 മാർച്ചിൽ രാജിവെച്ചു. എന്താണ്? പാർലമെന്റ് ഇലക്ഷന്റെ തൊട്ട മുമ്പ്. എന്താണ് കാരണമെന്ന് ഇപ്പോഴും ഒരാൾക്കും അറിഞ്ഞൂടാ. അതിന്റെ മുമ്പെയുള്ള മെമ്പർ കാലാവധി തീർന്നിട്ട് രാജിവെച്ചു. അപ്പൊ 3 മെമ്പർമാരുള്ളതിൽ ഒരാൾ കാലാവധി തീർന്നപ്പോൾ ഒഴിഞ്ഞുപോയി, മറ്റൊരാൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട മുമ്പ് രാജിവെച്ചു. ബാക്കിയായത് ഒരേ ഒരുത്തൻ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപന വേളയിൽ. എന്നിട്ട് ഇവർക്ക് വേണ്ടപ്പെട്ട 2 പേരെ അവര് പിന്നെ തിരികെ കയറ്റി. ഇപ്പോഴും എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ആ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അന്ന് രാജിവെച്ചത് എന്താണ്? ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ. അപ്പൊ ഇതിന്റെ പുറകിലൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോ, ഇത് അന്വേഷിച്ച് ചെല്ലുമ്പോ ഒരു കാര്യം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വോട്ട് കള്ളന്മാർ കപ്പലിൽ തന്നെയാണ് എന്നുള്ളത് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. സംശയങ്ങൾക്കിടയില്ലാത്ത വിധം തിരിച്ചറിയുന്നുണ്ട്. ഇതുവരെ പ്രതികരിക്കാത്തവർ 2 ഉള്ളൂ. പ്രിയങ്കരനായ ഈ സമര പോരാട്ടങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറസ്റ്റ് വരിക്കാനും പോരാടാനും സമരത്തിന് പാർലമെന്റിനകത്തും പുറത്തും ഒക്കെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ നേതൃത്വം നൽകുന്ന പാർലമെന്ററി പാർട്ടിയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി MK രാഘവൻ അവർ, ഈ കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട ജനനായകൻ, ഈ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട രാഘവൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇനി പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഇത് ഒരു വലിയ പോരാട്ടമാണ്. ഇതൊരു ജനാധിപത്യ സമൂഹത്തിന്റെ പോരാട്ടമാണ്. രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള അധ്വാനം ചില സംഘികൾ ചോദിക്കുക, ഇതെന്റെ തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം കംപ്ലൈന്റ് കൊടുക്കായിരുന്നെന്ന്. ഒരു സ്കാൻ ചെയ്യാമായിരുന്ന കോപ്പി പോലും കൊടുക്കാൻ മടിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ. അവര് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല, അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് BJP ആണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് BJP കമ്മീഷനാണ്, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല. ആ BJP കമ്മീഷന്റെ വാറോല കണ്ടിട്ട് പേടിക്കുന്നയാളല്ല രാഹുൽ ഗാന്ധി എന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന പേരിൽ ആധാർ കാർഡ് ഉള്ളവന്, പാസ്പോർട്ട് ഉള്ളവന്, എന്തിനധികം പറയുന്നു, പലതരത്തിലുള്ള രേഖകളുള്ളവരെയൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടുകയാണ്. മരിച്ചു എന്ന് പറഞ്ഞ് എഴുതി തട്ടിയ 10 ആളുകളുടെ കൂടെ ഇന്നലെ രാഹുൽ ഗാന്ധി ചായ കുടിച്ചു. ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്ന് മരിച്ചെന്ന പേരിൽ വെട്ടിയവരെ രാഹുൽ ഗാന്ധി വിളിച്ചു വരുത്തി ചായ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്താ പല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, മരിച്ച ആളുകളുടെ കൂടെ ചായ കുടിക്കുന്നത് ആദ്യമായിട്ടാണ് എന്നുള്ളത് പറഞ്ഞു. അതുപോലുള്ള അട്ടിമറിയാണ്. ഇത് ഗൗരവമുള്ള, ഈ രാജ്യത്തെ തകർക്കുന്ന ഒരു വിഷയമാണ്. വെള്ളക്കാരൻ പുറമെ നിന്നാണ് ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചതെങ്കിൽ BJP-ക്കാരൻ അകത്തു നിന്ന് ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റതിനെയും നമ്മൾ തന്നെയാണ് തോൽപ്പിച്ചത്, ഇവരെയും നമ്മൾ തന്നെ തോൽപ്പിക്കും. അതിന് രാഹുൽ ഗാന്ധി രാജ്യത്ത് നേതൃത്വം നൽകും. ആ പോരാട്ടത്തിന് പിന്തുണയാണ് ഈ മഴ പോലും വകവയ്ക്കാതെ വന്നു ചേർന്ന കോഴിക്കോട്ടെ പാർട്ടി പ്രവർത്തകർ. നിങ്ങൾക്ക് സമരാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.